ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ LDC എക്സാമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും വരുന്ന പ്രധാനപ്പെട്ട കൺസേൺ ആണ്, അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് പോകുമ്പോഴാണെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് പോകുമ്പോഴാണ് എൻക്വയറീസ് വരുമ്പോഴാണെങ്കിലും എല്ലാവർക്കും വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിലവിലെ നിയമന നിലയുടെ സാധ്യത എന്താണ്, അല്ലെങ്കിൽ നിലവിലെ ലിസ്റ്റിന്റെ സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ നിലവിലെ ലിസ്റ്റിൽ ഈ പറഞ്ഞ നിയമനം ഇത്രയും സ്ലോ ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ വരാൻ പോകുന്ന എക്സാമിന് നമ്മൾ ഇത്രയും പഠിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? അല്ലെ, ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും എല്ലാവർക്കും വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അല്ലെ, നമ്മൾ ഇപ്പോൾ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ നിലവിലെ നിയമന നില എങ്ങനെയാണ്, അതിന്റെ ബേസിസിൽ നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് LDCയുടെ സാധ്യത എത്രത്തോളമാണ്, ഇതെല്ലാമാണ് പലർക്കും പ്രധാനമായിട്ടും വരുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ സ്വാഭാവികമായിട്ടും നിലവിലത്തെ നിയമന നില എങ്ങനെയാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, ആദ്യം തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലെ, അപ്പൊ നിലവിലെ സിറ്റുവേഷൻസ് നോക്കുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് അറിയാം, അഡ്വൈസ് എന്ന് പറയുമ്പോൾ ഞാൻ നിയമനങ്ങളുടെ എണ്ണമാണ് കേട്ടോ പറയുന്നത്. അഡ്വൈസറിൽ എണ്ണമൊന്നുമല്ല, നിലവിലെ നിയമനങ്ങളുടെ എണ്ണവും ഇനി എത്ര എണ്ണമാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അല്ലെ, ഇപ്പൊ ട്രിവാൻഡ്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 41 അഡ്വൈസ് ആണ് നിലവിൽ എന്ത് ചെയ്യുന്നത്, നിയമനമാണ് നിലവിൽ വന്നിരിക്കുന്നത്. 29/1/2026 കണക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് അഡ്വൈസ്. ഇത് കൂടാതെ ഒരു 11 വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട് നിലവിൽ സൈറ്റിൽ, PSCയുടെ സൈറ്റിൽ നിലവിലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെ, അപ്പൊ ഏകദേശം അതോടെ കൂട്ടുമ്പോൾ എത്ര ആകുന്നുള്ളൂ, ഏകദേശം 52 സംതിങ് എന്ത് ആകുന്നുള്ളൂ, നമുക്ക് വേക്കൻസി ആവുന്നുള്ളൂ. അല്ലെ, കൊല്ലം നോക്കുകയാണെങ്കിൽ 41 നിയമനമാണ്, 9 എണ്ണം അവർ എന്ത് ചെയ്തിട്ടുണ്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെ, അതിലേക്കായിരിക്കും ഇനി അടുത്ത അഡ്വൈസും കാര്യങ്ങളും പോകാനായിട്ട് പോകുന്നത്. പത്തനംതിട്ട ആണെങ്കിൽ 46 നിയമനം ഓൾറെഡി വന്നു, അതിനുശേഷം 3 എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട് അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ആണെങ്കിൽ 30 എണ്ണേ വന്നിട്ടുള്ളൂ, 5 എണ്ണമാണ് എന്ത് ചെയ്തിരിക്കുന്നത് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോട്ടയം ആണെന്നുണ്ടെങ്കിൽ 32 നിയമനമാണ്, 25 നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ സൈറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇടുക്കിയിലേക്ക് വരുമ്പോൾ എത്രയാണ്, 32 എണ്ണമാണ്, അതുപോലെ 11 എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെ, എറണാകുളത്തേക്ക് വരുമ്പോൾ 43 നിയമനമാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്, 15 എണ്ണം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ലേറ്റസ്റ്റ് ആണ് കേട്ടോ, PSCയുടെ സൈറ്റിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് നിയമന നിലയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി തൃശ്ശൂർ വരുമ്പോഴത്തേക്ക് 48 അഡ്വൈസ് ഓൾറെഡി പോയി കഴിഞ്ഞു, 28 എണ്ണമാണ് എന്ത് ചെയ്തിരിക്കുന്നത് നിലവിൽ അവർ സൈറ്റിൽ എന്ത് ചെയ്തിരിക്കുന്നത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പാലക്കാട് വരുമ്പോൾ 56, സൈറ്റിൽ 15 വേക്കൻസീസും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെ, മലപ്പുറം വരുമ്പോൾ ആകെ 45 നിയമനമാണ്, 25 വേക്കൻസീസ് ആണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 70 എണ്ണമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. അല്ലെ, അപ്പൊ ആ റേഞ്ചിൽ പല ജില്ലകളിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ കോഴിക്കോട് വരുമ്പോൾ 40 എണ്ണമാണ്, അതുപോലെ 5 വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട് നിലവിൽ അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വയനാട് വരുമ്പോൾ 24, ഒരെണ്ണം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുള്ളൂ. അറിയാം, നിയമനങ്ങൾ പൊതുവെ കുറവ് നടക്കുന്ന ഒരു ജില്ലയാണ് ഏതെന്ന് പറയുന്നത് വയനാട് എന്ന് പറയുന്നത്. അല്ലെ, കണ്ണൂർ വരുമ്പോൾ 40 നിയമനങ്ങളാണ്, 3 എണ്ണം അവർ എന്ത് ചെയ്തിട്ടുണ്ട് സൈറ്റിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് 16 അഡ്വൈസ് മാത്രമേ ഉള്ളൂ, ഒരെണ്ണം മാത്രമേ എന്തും ചെയ്തിട്ടുള്ളൂ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അല്ലെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിന്റെ റിയാലിറ്റിയിലേക്ക് വരാം. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വരുന്ന കാര്യം എന്ന് പറയുന്നത് നിയമനങ്ങൾ കുറവല്ലേ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും നമുക്കൊന്നും മറച്ചു വെക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ തെറ്റായ ഫാക്ട്സ് പറയേണ്ട കാര്യമോ ഒന്നുമില്ല. തീർച്ചയായും LDCയുടെ നിലവിൽ അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന ട്രെൻഡുകളും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നിയമനം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതിനേക്കാൾ കുറവ് നിയമനം തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് നിലവിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും എല്ലാം എന്താണ് ഓൺഗോയിങ് ആണ്. അല്ലെ, അപ്പോൾ ഇത് കണ്ടിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നിങ്ങളുടെ അടുത്ത് എക്സാമിന്റെ കാര്യങ്ങളും എല്ലാം പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും വരുന്നൊരു കാര്യമുണ്ട്, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, കിട്ടാനൊക്കെ പാടാണ് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അല്ലേ, സോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആയിട്ട് എക്സാം എഴുതാതിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഒരിക്കലും വന്നിട്ട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഇനി ഒരു വേക്കൻസി ആയിക്കോട്ടെ, ഇത്രയും പോലും നടക്കുന്നില്ല, ആകെ 100 അഡ്വൈസേ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ 50 എണ്ണേ പോകുന്നുള്ളൂ, 25 എണ്ണേ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ പോകുന്ന 25, 50, 100 എണ്ണത്തിൽ പോലും ഒരെണ്ണം എന്താണ് നിങ്ങളുടെ അഡ്വൈസ് ആവുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ വേക്കൻസി കുറവാണ് അല്ലെങ്കിൽ അഡ്വൈസ് കുറവാണ് എന്നുള്ളത് കൊണ്ട് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഒരുപാട് എല്ലാ പോസ്റ്റുകളിലും മുൻവർഷത്തെ നിയമനങ്ങളെക്കാൾ എന്ത് ചെയ്യുന്നുണ്ട് കുറവുണ്ടാകുന്നുണ്ട്. അല്ലെ, പക്ഷെ LDCയുടെ കേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, LDCയുടെ അല്ല ഏത് എക്സാം ആണെങ്കിലും ഞാൻ പറയുന്നു, മുൻ വർഷത്തെ ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അടുത്ത വർഷം വരാൻ പോകുന്ന ലിസ്റ്റിന്റെ സ്ഥിതി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ചില പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ നമുക്ക് പറയാം, ഇപ്പൊ LPയുടെ ഒക്കെ കേസിലാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയാം. പക്ഷെ LDയുടെ കേസിൽ ഒരിക്കലും നിലവിൽ നിന്ന് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, വരാൻ പോകുന്ന ലിസ്റ്റ് അതിന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നിലവിൽ LDയുടെ നിയമനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നുണ്ടോ? ഇല്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് LDയുടെ നിയമനങ്ങളും കാര്യങ്ങളും ഒന്നും എന്ത് ചെയ്യുന്നില്ല, വെട്ടിക്കുറയ്ക്കുന്നോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അല്ലെ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസീസ് എന്താണ് നിലവിൽ എന്താണ് കുറവാണ്. ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ LDയുടെ കേസിൽ നമുക്ക് എപ്പോഴും പോസിറ്റീവ് എക്സ്പെക്ടേഷൻസ് തന്നെയാണ്. വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിയമനങ്ങൾ നടക്കും എന്നുള്ളത് തന്നെയാണ്. അല്ലെ, അല്ല നിലവിൽ LDയുടെ നിയമനങ്ങളോ അല്ലെങ്കിൽ എന്താണ് വേക്കൻസീസോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, വെട്ടിക്കുറയ്ക്കുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല.
പ്രൊമോഷൻ ഉണ്ടാകുന്നതിനനുസരിച്ച് റിട്ടയർമെന്റ് ഉണ്ടാകുന്നതിനനുസരിച്ച് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടും, ഉറപ്പായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ഒരു സ്പീഡിലായിരിക്കത്തില്ല. ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, കൂടുതൽ നിയമനങ്ങൾ നടക്കും. അത് കഴിഞ്ഞ വർഷത്തെ അതേ മൊമെന്റം കീപ്പ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൽ ഡിയുടെ കേസിൽ നിങ്ങൾ അറിയേണ്ട കാര്യം, വേക്കൻസീസ് കുറവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, നിയമനവും കുറഞ്ഞിരിക്കുന്നത്. റിട്ടയർമെന്റ് കൂടുതലാവുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് പ്രൊമോഷൻസ് കൃത്യമായിട്ട് നടക്കുമ്പോൾ അതിനനുസരിച്ച് ഇതിന്റെ കേസിൽ എന്താ ഉണ്ടാകും, ഉറപ്പായിട്ടും പ്രോഗ്രസ് ഉണ്ടാകും അല്ലെ. ഇനി വരാൻ പോകുന്ന ലിസ്റ്റിന്റെ കാര്യങ്ങളിൽ കൂടുതൽ റിട്ടയർമെന്റ് നടക്കുകയാണ്, കൂടുതൽ അതുപോലെ പ്രൊമോഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, കൂടുതൽ നിയമനം നടക്കും. ഇനി അതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്, അതുകൊണ്ട് എൽ ഡിയുടെ കേസിൽ ഈ പറയുന്ന പോലെ പഠിച്ചുകൊണ്ട് പ്രയോജനമില്ല, വേക്കൻസി എല്ലാം വെട്ടിക്കുറയ്ക്കും എന്നുള്ള ഇഷ്യൂ എന്ത് ചെയ്തിട്ടില്ല, നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഏതൊരു എക്സാമിനാണെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് എൽ ഡി ആയിക്കോട്ടെ, എൽ ജി എസ് ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, ഏതിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, പോകുന്ന 10 അഡ്വൈസ് ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, എത്രയാണെങ്കിലും ആ പോകുന്ന അഡ്വൈസുകളിലൊന്ന് അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ഒരു നിയമനം എന്ന് പറയുന്നത് തങ്ങൾക്കായിരിക്കണം എന്നുള്ള മൈൻഡ് സെറ്റോടുകൂടി പഠിക്കുന്നവർക്ക് മാത്രമേ ഇനി അങ്ങോട്ടുള്ള എക്സാംസിന് എന്ത് ചെയ്യാൻ പറ്റൂ, മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റൂ അല്ലെ. റാങ്ക് ലിസ്റ്റിൽ പേര് വരിക എന്നുള്ളതിനപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു കാലമൊക്കെ നമുക്ക് എന്ത് ചെയ്തു, ഓൾറെഡി കഴിഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാവും. നമുക്കറിയാം എൽ ഡി സി ആണെങ്കിലും എൽ ജി എസ് ആണെങ്കിലും ഒരുപാട് പേര് ഡ്രീം ചെയ്യുന്ന ഒരു ജോലിയാണ്, പലരും ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കാണുന്ന ഒരു ജോലിയാണ്, അല്ലെങ്കിൽ വേണമെന്ന് അത്രയധികം ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് അല്ലെ. അത്രയും ആഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി പറയുന്ന ഒരൊറ്റ ഫാക്ടേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് സെൽഫ് മോട്ടിവേഷൻ എന്നുള്ളൊരു കാര്യം തന്നെയാണ് വേണ്ടതല്ലേ. അയ്യോ ഇപ്പൊ 40 എണ്ണം അല്ല പോയുള്ളൂ, ഇനി 100 എണ്ണം പോയാൽ നമുക്ക് കിട്ടുമോ, അതൊന്നുമല്ല. 100 എണ്ണേ പോകുന്നുള്ളൂ എന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ 100-നകത്ത് നിങ്ങളുടെ പേര് വരുത്തുക എന്നുള്ളതായിരിക്കണം ഇനി അങ്ങോട്ടുള്ള എക്സാമുകൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അല്ലേ. കാരണം ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സിറ്റുവേഷൻസ് ഹാർഡ് ആവുന്നോ അതിനനുസരിച്ച് പഠിച്ച് അതിലേക്ക് എത്തി വന്നിട്ട് ആ ജോലി അക്വയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അല്ലാതെ ഈ പറയുന്ന പോലെ പെട്ടെന്നൊരു സിറ്റുവേഷൻസ് വന്നു അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നുകൊണ്ട് അതിൽ നിന്ന് മാറിയിട്ട് അതിനെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മറ്റു വഴികൾ നോക്കുക എന്നുള്ളതല്ല. നിങ്ങൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഹയർ റാങ്ക് ഉറപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലേ. സോ ഞാൻ പറയുന്നു, ഇപ്പോഴത്തെ ലിസ്റ്റിലാണെങ്കിൽ നിലവിൽ വേക്കൻസികൾ വെട്ടിക്കുറയ്ക്കുന്ന നീക്കങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, അവരുടെ ഭാഗത്തുനിന്നോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ കുറവുണ്ട്, അത് ഭാവിയിൽ കൂടാം അല്ലെ. നമുക്കിപ്പോൾ ഒരു ലിസ്റ്റിൽ നല്ല നിയമനം നടന്നു എന്ന് പറഞ്ഞതുകൊണ്ടും അതല്ലേ തിരിച്ചു സംഭവിക്കാം. വിധി കുറവായതുകൊണ്ട് അടുത്തതിൽ കുറവായിരിക്കും നമുക്ക് പറയാനൊക്കത്തില്ല. ഇത്തവണ നല്ല നിയമനം നടന്നാൽ അടുത്തവണ നടക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. കാരണം ഓരോ ലിസ്റ്റിന്റെയും കാലയളവിൽ നടക്കുന്ന സിറ്റുവേഷൻസ് വേറെയാണ് അല്ലെ. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റണമെന്നില്ല. ഇപ്പൊ ചില കേസിലൊക്കെ ഇപ്പൊ ടീച്ചിങ്ങിന്റെ കേസിൽ എൽ പിയുടെ കേസിൽ നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റും, കാരണം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ കേസിലൊന്നും അങ്ങനെയല്ല, വേക്കൻസിയുടെ കാര്യത്തിൽ ഒന്നും ഉണ്ടാകുന്നില്ല. സോ ഡീമോട്ടിവേറ്റ് ആവുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് തരുന്നത് എത്രയാണോ അല്ലെങ്കിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന അഡ്വൈസുകളുടെ എണ്ണം എത്രയാണോ അത് ടാർഗറ്റ് ചെയ്തിട്ട് ഇനി എത്ര കുറവ് പോയാലും അതിലേക്ക് തങ്ങളുടെ പേര് എത്തിപ്പെടും എന്നുള്ള അതേ ലക്ഷ്യത്തോടു കൂടി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എക്സാമിന്റെ 2 മാസം 3 മാസം വന്നിട്ട് PYQs വെച്ച് പഠിക്കുക അല്ലെങ്കിൽ സിലബസ് ഫുള്ള് വായിച്ചു വിടുക, ഇങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രം ജോലി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അല്ല നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, എക്സാമുകളുടെ കേസിൽ വന്നിരിക്കുന്നത് അല്ലേ. ലോങ് ടേം പ്രിപ്പറേഷൻ, സ്ട്രാറ്റജി ബേസ്ഡ് ഉള്ള പ്രിപ്പറേഷൻ, PYQ ബേസ്ഡ് റിവിഷൻ കണ്ടക്ട് ചെയ്തുള്ള പ്രിപ്പറേഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള എക്സാംസിന് ആവശ്യം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് LDCക്ക് വേണ്ടിയുള്ള ലോങ് ടേം ബാച്ച് ആണ് നമ്മുടെ 2027 മിഷൻ LDC ബാച്ച് എന്ന് പറയുന്നത്. നമ്മൾ അത്രയും കോൺഫിഡന്റ് ആയതുകൊണ്ട് തന്നെ വെക്കുന്ന ഒരു പുതിയ ഓഫറാണ്. നിങ്ങൾ കംപ്ലീറ്റ് ഫീസ് എന്ത് ചെയ്യേണ്ട, ആദ്യം പേ ചെയ്യേണ്ട. നിങ്ങൾ ജോലി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പകുതി ഫീസ് തന്നാൽ മതി. കാരണം നിങ്ങൾ എഫക്റ്റീവായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം നിങ്ങൾക്ക് എന്താണ് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ബാച്ചാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ഒരു റാങ്ക് ജോലി ഉറപ്പിക്കാം എന്ന് പറയാൻ നമുക്ക് കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ ഈ ഒരു LDC ബാച്ച് എന്ന് പറയുന്നത്. കാരണം 150 days ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. 180 ദിവസം കൊണ്ട് നമ്മൾ എന്താണ് സിലബസ് കവറേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്നത്. ഒരു 150 ഡേയ്സിന്റെ സിലബസ് കവറേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലെ. സോ സിലബസ് നമ്മൾ മാക്സിമം കവർ ചെയ്യുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്, നമ്മൾ പക്ക PYQ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അല്ലെ. പക്ക PYQ ബേസ്ഡ് റിവിഷൻ ആയിരിക്കും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ റെഗുലർ ബേസിസിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കും. സോ ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിലുള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസവും എന്ത് പഠിക്കണം, എത്ര നേരം പഠിക്കണം, ഇങ്ങനത്തെ കൺസേൺസ് എല്ലാം നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, ഡെയിലി ബേസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കുക. അതിന്റെ മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ബേസിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അതിന്റെ പാരലായിട്ട് തന്നെ PYQ ബേസ്ഡ് റിവിഷൻസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അല്ലെ. സോ ഓരോ ടോപ്പിക്സുമായിട്ടും ഓരോ സബ്ജക്ട്സുമായിട്ട് ബന്ധപ്പെട്ട PYQs നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ടും റിവിഷനായിട്ടും എല്ലാം കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പഠിത്തവും ഒരു സൈഡിൽ നല്ല അടിപൊളിയായിട്ട് നടക്കും, റിവിഷൻ അതിന് പാരലായിട്ട് തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യും. സോ ആവശ്യത്തിന് ടൈം എടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കോഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും.
ഓക്കെ. ആൻഡ് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് വരുന്നതുകൊണ്ട് തന്നെ ടൈം ഒന്നും നിങ്ങൾക്ക് ഇഷ്യൂ ആവില്ല, ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള LDC ക്രാക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ള എല്ലാ അസിസ്റ്റൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. സോ എത്രയും വേഗം സ്ക്രോളിലേക്ക് കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. സോ പലരും പലതും പറയും, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ജോലി ഉറപ്പായിട്ടും നേടും എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പൊ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എല്ലാ പ്രോഗ്രസ്സും എല്ലാം ആയിട്ട് നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്, സീ യു.